ഇനിയൊരു മടങ്ങി വരവ് എനിക്കുണ്ടാകത്തില്ലെന്ന് വിചാരിച്ച എത്രയോ മണ്ഡലങ്ങളിൽ നമ്മുടെ ഉള്ളം നമ്മളോട് പറഞ്ഞില്ലേ, നമ്മൾ തനിച്ചാണ്, ആരും നമ്മുടെ കൂടെയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഉള്ളം തുറന്ന് വത്സല്യ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, തനിയെ ആയിപ്പോയി എന്ന് നമ്മൾ വിചാരിച്ച എത്രയോ മണ്ഡലങ്ങളിൽ ഞാനും നിങ്ങളും അറിയാതെ നമ്മളോട് ചേർന്ന് നടന്ന, നമ്മളെ ചേർത്തണച്ച, നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാ യേശു ക്രിസ്തു. ഇന്ന് രാത്രി അവനിവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അറിവേതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള അറിവാണ്. ആ അറിവിന് ബൈബിൾ പറയുന്ന മറ്റൊരു പേര് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള അറിവാണ്. ഒറ്റയ്ക്കല്ലെങ്കിൽ നല്ല ഒരാൾ കൂടെയില്ലേ, അപ്പോൾ അവിടെ സ്നേഹമുണ്ടാകും. വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ അറിവ് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള അറിവാണ്. സ്നേഹിക്കപ്പെടുന്നുള്ള അറിവിന് ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, ഒന്ന് നഷ്ടപ്പെട്ടു. 99 മരുഭൂമിയിൽ മാറ്റി നിർത്തിയിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയ ഒരു ഇടയൻ ബൈബിളിൽ അല്ലാതെ വേറെ എങ്ങും നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഒരു ഇടയനെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല. ഞാനൊരു സുവിശേഷകൻ, ഇവിടെ ഇരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ആ ഇടയനോട് തുലനം ചെയ്യുമ്പോൾ നമ്മളൊക്കെ എത്രയോ താഴെയാണ്. ആ സ്നേഹത്തിന്റെ ആഴം എത്ര ശ്രേഷ്ഠമാണ്. ആ സ്നേഹത്തെ തിരിച്ചറിയുന്നതിനെ ബൈബിൾ വിളിക്കുന്ന ഒരു പേരുണ്ട് പ്രിയമുള്ളവരെ, സുബോധം എന്നുള്ള പേര്. സുബോധം വന്നിട്ട് ആ പദം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. യേശു ക്രിസ്തു ധൂർത്തപുത്രന്റെ കഥ പറയുമ്പോൾ അല്ല, സംഭവം പറയുമ്പോൾ യേശു ഉപയോഗിക്കുന്ന ഒരു പദമാണ് സുബോധം എന്നുള്ള പദം. എന്താ അവിടെ സംഭവിച്ചത്? പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരവും നിഷേധിക്കപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, അതും അവന് നിഷേധിക്കപ്പെട്ടു. ഇനിയും ഒന്നും അവന് കഴിക്കാൻ കിട്ടുകയില്ല. പന്നിയുടെ ആഹാരം ജീവിത അവസാനം വരെ തിന്നാമെന്ന് വിചാരിച്ചപ്പോൾ പന്നികളുടെ ഉടമസ്ഥൻ തീരുമാനിച്ചു, ഇവൻ എന്തിനാ ആഹാരം കൊടുക്കുന്നത്? അവന്റെ ആഹാരം അദ്ദേഹം നിർത്തി. അവസാനം പട്ടിണി അദ്ദേഹത്തെ കടന്നു പിടിച്ചു. ജീവിതം തീരുമെന്നുള്ള അവസ്ഥയിലെത്തി. താൻ ചത്തു വീണാൽ തന്റെ ശരീരം ആരും പരിഗണിക്കത്തില്ല. കാലുകൊണ്ട് ആരെങ്കിലും തട്ടി ആ താഴ്വരയിലേക്ക് ഇട്ടാൽ അവിടെ പുഴുവരിച്ച് മണ്ണിനോട് താൻ അലിഞ്ഞു ചേരും. അവിടെ തന്റെ ജീവിതം തീരും. ഇങ്ങനെ തീരേണ്ടുന്ന ഒരു ജീവിതമാണോ എന്റെ ജീവിതം എന്ന ചെറുപ്പക്കാരൻ ആ റോഡിന്റെ വക്കിലിരുന്ന് ആലോചിച്ചപ്പോൾ അവന്റെ ഉള്ളിലുണ്ടായ ബോധത്തിന്റെ പേരാ സുബോധം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഉള്ളിലുണ്ടായ ബോധത്തിന്റെ പേരാ സുബോധം. സുബോധം വന്നപ്പോൾ അവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ എഴുന്നേറ്റു. കണ്ടവരെയും അറിഞ്ഞവരെയും അവനെ തകർത്തവരെയും അവനെ ഊറ്റിയവരെയും അവൻ വഴിയിൽ കണ്ടെങ്കിലും അവരുടെ മുഖത്ത് പിന്നെ അവൻ നോക്കിയില്ല. അവരോടെല്ലാം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവൻ മന്ദം നടന്നു കയറിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം പന്നിയുടെ കൂട്ടിലേക്കല്ല, അവിടെയുള്ള ഭോജനശാലകളിലേക്കല്ല, അവിടെയുള്ള മദ്യഷാപ്പുകളിലേക്കല്ല. സുബോധം വന്നപ്പോൾ നടന്നു കഴിയുന്ന സ്ഥലത്തിന്റെ പേരാ അവന്റെ അപ്പന്റെ ഭവനം. പ്രൈസ് ദി ലോർഡ്. അവന്റെ അപ്പന്റെ ഭവനം. അവന്റെ കാലുകൾക്ക് തെറ്റുപറ്റിയില്ല, അവന്റെ ബുദ്ധിക്ക് തെറ്റുപറ്റിയില്ല, അവന്റെ ചിന്താ മണ്ഡലത്തിന് തെറ്റുപറ്റിയില്ല. വഴിത്തലക്കൽ വെച്ച് അവനെ കണ്ടപ്പോൾ വീടിന്റെ ഉമ്മറപ്പടി കടന്ന് ഓടിച്ചെന്ന് 2 കരവും നീട്ടി സ്വീകരിച്ച് അവനെ മാറോടണച്ച ഒരു അപ്പന്റെ സ്നേഹം ആഴമോർക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവജനമേ, നമ്മൾ അനാഥരല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. പ്രതിസന്ധികൾ നമ്മൾ ഒറ്റയ്ക്കല്ല, വെല്ലുവിളികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഭാരങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ഇന്ന് രാത്രിയിലും കൂടെ ഇരുന്ന് നടത്തുന്ന കർത്താവിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ ചേർന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ.